തൃശൂർ കോടാലിയിൽ മരിച്ച 8 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണം പാമ്പിന്റെ വിഷമുള്ളിൽ ചെന്ന് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കോടാലി സ്വദേശി സിൽജോയുടെ മകൻ ആൽജോ ആണ് മരിച്ചത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും. പാമ്പ് കടിയേറ്റ സഹോദരൻ ആനോഷ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ദാരുണമായൊരു സംഭവമാണ്, നമുക്കറിയാം, പാമ്പ് കടിയേറ്റാണ്. അത് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്? സഹോദരന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ? അതായത് ഇന്നലെ ആദ്യം ഭക്ഷ്യവിഷബാധയാണെന്നാണ് വീട്ടുകാർ തെറ്റിദ്ധരിച്ചിരുന്നത്. പിന്നീടാണ് ഡോക്ടർമാരുടെ പരിശോധനയിൽ പാമ്പ് കടിയേറ്റാണ് ഈ കുട്ടി മരണം സംഭവിച്ചത് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചത്. വീടിനകത്ത് നിന്ന് പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിൽ ഈ പാമ്പിൻ വിഷം അകത്ത് എന്ന് തന്നെയാണ് കുട്ടിയുടെ മരണം. ആന്തരികാവയവങ്ങൾ ഉൾപ്പെടെ ഇത് പാമ്പിൻ വിഷമേറ്റതിനെ തുടർന്നുള്ള മറ്റ് പ്രത്യാഘാതങ്ങളൊക്കെ തന്നെ ആന്തരികാവയവങ്ങൾക്കുൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ആന്തരികാവയവങ്ങളുടെ പലതിൻ്റെയും പ്രവർത്തനം നിലച്ചതിന് ശേഷം മരണം സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് നിലവിൽ പ്രാഥമികമായി പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുന്നത്. ഈ ആൽജോയുടെ സഹോദരനും ഇത്തരത്തിൽ ഇതേ ഇടത്തു നിന്ന് തന്നെ പാമ്പ് കടിയേറ്റിരുന്നു. രണ്ടുപേരും വീടിനകത്ത് റൂമിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് പാമ്പ് കടിയേറ്റത്. ഈ സഹോദരൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഇത് പാമ്പ് കടിച്ചതാണെന്ന് അറിയാത്തതാണ് ഈ ആരോഗ്യനില ഇത്രത്തോളം വഷളാകാനുള്ള ഒരു കാരണം. പിന്നീട് ആൻറ്റിവനം ഉൾപ്പെടെ കുട്ടിക്ക് നൽകുകയും ചെയ്തു. അതോടുകൂടി കുട്ടി മരുന്നുകളോട് ഉൾപ്പെടെ പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്.